ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. വളരെ സിമ്പിളായിട്ടും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫലൂഡ, പൈനാപ്പിൾ ഫലൂഡ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ എങ്ങനെ ഫലൂഡ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു ഇടത്തരം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ചൂടാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടാക്കുക, ഈ പഞ്ചസാരയിൽ അലിയുന്നവരെ. ഇനി ഞാൻ ഈ പൈനാപ്പിൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ്. ഏകദേശം പകുതിയോളം എടുത്ത് മാറ്റി വെക്കുകയാണ്. പകുതി ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണുത്ത പാല് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. പൈനാപ്പിളും തണുത്ത പാലും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര പിന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ഉണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം വീണ്ടും ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് 3 ഗ്ലാസ്സിലായിട്ട് ഇത് സെറ്റ് ചെയ്യാം. അതിനായി ഹസ്കസ് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, സീഡ്സ്. ഇതിപ്പോൾ സീഡ്സ് പൊങ്ങിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വീതം ഹസ്കസ് സീഡ്സ് 3 ഗ്ലാസ്സിലായിട്ട് ഇടാം. ഇനി സേമിയ ഞാൻ നേരത്തെ പഞ്ചസാരയിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സേമിയ വെന്ത് കഴിയുമ്പോൾ ഇത്തിരി സ്റ്റിക്കി ആയിരിക്കും. ആ സ്റ്റിക്നെസ് അവോയ്ഡ് ചെയ്യാൻ കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, അത് കാരണം ഇത്തിരി സ്റ്റിക്കിയാണ്. കാണാം നിങ്ങൾക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഇത് ഇടാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇടാവുന്നേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ ഒന്നും വേണമെന്നില്ല. ഇനി കുറച്ച് പൈനാപ്പിൾ ഇടാം, നേരത്തെ മാറ്റി വെച്ചത്. പിന്നെ കുറച്ച് നട്ട്സ് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഒഴിക്കാം. നമ്മൾ സെറ്റാക്കി വെച്ച അത്രയേ ഞാൻ നിറയ്ക്കുന്നുള്ളൂ. ഇനി ബാക്കി ഒരു ലെയറും കൂടെ നമുക്ക് സെറ്റാക്കാനുണ്ട്. വീണ്ടും ഇതുപോലെ ഹസ്കസും സേമിയയും കുറച്ച് പൈനാപ്പിളും നട്ട്സും ഇട്ട് ടോപ്പ് ഫില്ല് ചെയ്യുക. ഗ്ലാസിൻ്റെ ടോപ്പ് വരെ ഫില്ല് ചെയ്യുക. എന്നിട്ട് വീണ്ടും പൈനാപ്പിളും പാലിൻ്റെ മിക്സ് ഒഴിക്കുക. അങ്ങനെ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വിത്ത് ഐസ്ക്രീമാണ് ചെയ്യുന്നത്. വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ടോപ്പിൽ നമുക്ക് വാനില ഐസ്ക്രീം ഇടാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഫ്രൂട്ട് വെച്ച് നമ്മൾ ഈ ഫലൂഡ റെഡിയാക്കുന്നത് വളരെ സിമ്പിളാണ്. അത് കാരണം അധികം ഫ്രൂട്ട്സിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ വയറ് നിറയാൻ. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്.